ഹലോ. ആക്ച്വലി ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാൻ ആലോചിച്ചപ്പോഴത്തേന് പെട്ടെന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പം എന്ത് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്? ഫ്ലെക്സിബിലിറ്റി ചലഞ്ച്. തീരെ ആർട്ടിഫിഷ്യൽ ആയിട്ടില്ല, ഫ്ലെക്സിബിലിറ്റി ചലഞ്ച് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോരോ എന്താ പറഞ്ഞേ, നമ്മള് ലൈക്ക് ഇപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് ആണ്. അങ്ങനെ അന്നേരം തോന്നുന്നതായിട്ടുള്ള ഓരോരോ ഫ്ലെക്സിബിലിറ്റി ചലഞ്ച് കൊടുക്കുകയും അത് നമ്മൾ രണ്ടുപേരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ തൽക്കാലം നമ്മുടെ റൂമിൽ മാത്രമേ സ്പേസ് ഉള്ളൂ, അതുകൊണ്ട് റൂമിൽ തന്നെയാണ് എന്താണ് ചെയ്യുന്നത്. അപ്പം സ്പേസ് ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് അത്ര ക്ലാരിറ്റിയോടുകൂടി എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അതന്നെ. അപ്പം ഫസ്റ്റ് ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്ക് സ്പ്ലിറ്റ്സ് ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ആരാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനാണോ ഇവനാണോ എന്ന് നോക്കാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ചലഞ്ച്. അപ്പം ഞാൻ അന്ന് ചെയ്യാം. സ്പ്ലിറ്റ് കാണുന്നുണ്ടാവും അല്ലേ? മാക്സിമം ഇത്രയ്ക്ക് പോള് ചെയ്ത് നോക്ക്. ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് ചലഞ്ചില് എനിക്ക് തോന്നുന്നു ഞാനാണ് കൂടുതൽ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്. ശരി, ഇനി സെക്കൻഡ് ചലഞ്ച് എന്താണെന്ന് നോക്കാം അല്ലേ? നമുക്ക് ഇരുന്നിട്ട് എന്താ പറയാ, ഇതിനെന്താ പറയാ, സിറ്റപ്പ് അല്ല, നമ്മള് കാല് ചമ്പരം പടിഞ്ഞിരുന്നിട്ട് എന്നിട്ട് ആർക്കാണ് കൂടുതൽ നല്ല എന്താ പറയുക കറക്റ്റായിട്ട് പൊസിഷൻ വെക്കാൻ പറ്റുന്നത് നോക്കാം. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണം? ചമ്പരം പണിഞ്ഞിരിക്കാം. അന്ന് ഇരിക്കണോ? ജീൻസ് മാറ്റണം. ഓക്കെ, ഇച്ചിരി പുറത്തോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലേ കിട്ടൂലായിരിക്കും. രണ്ടുപേർക്കും ഒരുമിച്ചില്ല. ജീൻസ് മാറ്റണം. അപ്പം ചമ്പരം പണിയുന്നതിൽ ഞാൻ തന്നെ ഫ്ലെക്സിബിലിറ്റി വിന്നർ. ബട്ട് ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഇങ്ങനെ അതടുത്ത ഇതായിട്ട് ഞാൻ എടുക്കാനില്ല. പക്ഷെ അടുത്തത് വിഷമം എങ്ങനെ കിടന്നിട്ട് സപ്പോർട്ട് ഓഫ് ലെഗ് ആൻഡ് എങ്ങനെ കാണിച്ചിടാവോ? ഞാൻ എന്താ അതിനനുസരിച്ച് ചെയ്യാം. അപ്പം പുറകോട്ട് കിടന്ന് കൈയും കാലും കുത്തി പൊങ്ങാനാണ് അടുത്ത ചലഞ്ച്. നല്ല സ്പേസ് ഉണ്ട്. തിരിഞ്ഞ് നോക്കണം, ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, ശരി. ഇനി ഞാൻ അസൈൻ സംഭവം നോക്കാം. എങ്ങനെയായിരുന്നു? കിടന്നിട്ട് കഴുത്തിട്ട് ഓക്കെ. അപ്പം അതിൽ ഇവൻ ജയിച്ചു കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറയാം. ബാക്ക് ബെൻഡ് ആണ്. പുറകോട്ട് തിരിഞ്ഞ്
ബെൻഡ് ചെയ്യാൻ നോക്കാം. നിന്നിട്ട് തിരി. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരാൾക്ക് അറ്റ് എ ടൈം റൂമിന്റെ സ്പേസിന്റെ കുറവ് കാരണം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെയാ ഇങ്ങനെ ചെയ്യട്ടെ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത്രേ പോകുള്ളൂ. പക്ഷെ ഞാൻ ബാക്കിലെ വോളിനെ സപ്പോർട്ട് ചെയ്തിട്ട് വോൾ സപ്പോർട്ടഡ് ആയിട്ട് ഞാൻ മാക്സിമം എത്ര പോകാൻ നോക്കാവേ. Oh my God. Yeah. അത്രയും പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നെ പറ്റുന്നില്ല. ശരി, ഇനി വിശ്വസിക്കും. പോകുന്നിടത്തോളം നോക്കാലോ. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? വോൾ സപ്പോർട്ടഡ് ആയിട്ട് വെച്ചത് നോക്കി നോക്ക്. ഓള് പറയില്ലേ? പോട്ടെ. അപ്പൊ അതിനും ഞാൻ ജയിച്ചു. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഫ്ലെക്സിബിലിറ്റി ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. 4 ചലഞ്ചുകൾ ചെയ്ത് ലെഗ് സ്പ്ലിറ്റ്, പിന്നെന്താ ചെമ്പർ പടിഞ്ഞിരിക്കുക, ബാക്ക് ഫ്ലിപ്പ്, ബാക്ക് ബെൻഡും, പിന്നെ വേറെ ഒരു രീതിക്കുള്ള ബാക്ക് ബെൻഡുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ നിങ്ങൾ നിങ്ങളുടെ കപ്പിളുമായിട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. കപ്പിളാണെന്നില്ല, ആരുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചലഞ്ച് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പിന്നെന്താ, എല്ലാവരും എനർജറ്റിക് ആയിട്ടും എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കാനും ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനും ഒക്കെ ട്രൈ ചെയ്യാം. ലൈക്ക്